ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ വീണ് നമിച്ചുകൊണ്ട് നമുക്കിന്ന് ദേവീ കവചത്തിൻ്റെ അടുത്ത സത്സംഗം തുടരാമെന്ന് കരുതുന്നു. 38ാമത്തെ ശ്ലോകമാണ് ഇനി നോക്കാനുള്ളത്. ഇത്രയും നേരവും ഈ കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ നമ്മൾ പറഞ്ഞത് അത്രയും അമ്മയുടെ ആ ദേവീ കവചം ഓരോരോ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ഭാവങ്ങളിൽ എന്നെ സംരക്ഷിക്കണമെന്നായിരുന്നു ആ അപേക്ഷയായിരുന്നുവെങ്കിൽ ബ്രഹ്മാവിനെയും പുത്രനായ മാർക്കണ്ഡേയ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ദേവീ കവചത്തിൻ്റെ ഫലശ്രുതിയാണ്. ഫലം എന്താണ്? ഇത് ഇങ്ങനെ അമ്മയോട് അപേക്ഷിച്ചത് കൊണ്ട്, ദേവീ കവചം പാരായണം ചെയ്തതുകൊണ്ട് എന്താണ് ഗുണമെന്നാണ് പറയുന്നത്. 38ാമത്തെ ശ്ലോകം. പദമേകം ന ഗച്ഛേത്തു യദിച്ഛേത് ശുഭമാത്മനഃ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി. പദമേകം, പദം ഏകം, ഒരടി പോലും, ന ഗച്ഛേത് പോകരുത്. എങ്ങനെയാണെങ്കിൽ യദിച്ഛേത് ശുഭമാത്മന, യതി ഇച്ഛേത് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത്? ശുഭമാത്മന, ശുഭം ആത്മനഃ തൻ്റെ തന്നെ ശുഭത്തെ മംഗളത്തെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരടി പോലും പോകരുത്. എങ്ങനെ? വിനാ കവചം, ഈ കവചം കൂടാതെ പോകരുത്. അതായത് എല്ലാ മംഗളങ്ങളും ഈ കവചം കൊണ്ടുണ്ടാകുന്നതാണ്. കവചേന ആവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി. കവചേന ആവൃതഃ, ഈ കവചം കൊണ്ട് ഒരു സംരക്ഷണ കവചം ചുറ്റപ്പെട്ട് നിൽക്കുന്നു. കവചം നമ്മുടെ ചുറ്റും നിത്യം യത്ര യത്ര ഹി ഗച്ഛതി. യത്ര യത്ര, എവിടെയൊക്കെ ഗച്ഛതി പോയാലും അവിടെയൊക്കെയും കവചേന ആവൃതഃ, നമ്മുടെ ചുറ്റും ഈ കവചം, ദേവീ കവചം, നമ്മൾ നിത്യവും അമ്മയെ സ്മരിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഈ കവചം നമുക്ക് സംരക്ഷണമൊരുക്കി കൂടെയുണ്ടാകുമെന്നർത്ഥം. 39ാമത്തെ ശ്ലോകം. തത്രാർത്ഥലാഭശ്ച വിജയഃ സർവകാമികഃ യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം. തത്ര അർത്ഥലാഭശ്ച, അർത്ഥം ലാഭം, ധനലാഭം. തത്ര നമ്മൾ എത്രയൊക്കെ ആഗ്രഹിക്കുന്നുവോ, വിജയ സർവകാമിക, വിജയ അതേപോലെ വിജയവും, സർവകാമിക ആഗ്രഹിക്കുന്ന എല്ലാ വിജയവും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ധനലാഭം നമ്മൾ ആഗ്രഹിച്ചാലും, എത്രയൊക്കെ വിജയങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും, യം യം ചിന്തയതേ കാമം, യം യം ഏതേത് ചിന്തയതേ ചിന്തിക്കുന്നുവോ, എന്ത്? കാമം ആഗ്രഹത്തെ. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും തം തം ആപ്നോതി നിശ്ചിതം, തം തം ആപ്നോതി, തം തം അതെല്ലാം, ആപ്നോതി ലഭിക്കും, നിശ്ചിതം ഉറപ്പാണ്. നോക്കൂ, സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ജഗദീശ്വരിയുടെ ഈ ഒരു ദേവീ കവചം നിത്യവും ശ്രദ്ധാഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കും, അമ്മ നടത്തിത്തരും. ആ കവചം നമുക്ക് സംരക്ഷണമേകുമെന്ന് ബ്രഹ്മാവ് ഉറപ്പിച്ചു പറയുകയാണ്. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേഷ്വപരാജിത. പരമൈശ്വര്യമതുലം, പരം ഐശ്വര്യം അതുലം, പരം ശ്രേഷ്ഠമായിട്ടുള്ള ഐശ്വര്യത്തെ, അതെങ്ങനെയുള്ളത്? അതുലം, തുലനം ചെയ്യാനാവാത്തതായിട്ടുള്ള ശ്രേഷ്ഠമായ ഐശ്വര്യത്തെ പ്രാപ്സ്യതേ ലഭിക്കുന്നു. ഭൂതലേ പുമാൻ, ഭൂതലേ ഈ ഭൂമിയിൽ, പുമാൻ എന്നാൽ മനുജൻ, മനുഷ്യർ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള
അതുല്യമായിട്ടുള്ള ഐശ്വര്യത്തെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യർ ദേവീ കവച പാരായണ സമർപ്പണത്തിലൂടെ നേടുന്നു. നിർഭയോ ജായതേ മർത്യ. മർത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിർഭയോ ജായതേ, ഭയമില്ലാത്തവനായിത്തീരുന്നു. സംഗ്രാമേഷു അപരാജിത. സംഗ്രാമേഷു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അപരാജിതരായിത്തീരുന്നു. അതായത് അവർക്ക് പരാജയം നേരിടേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ തന്നെ ഓരോ നിമിഷവും സംഘർഷഭരിതമാണ്. അങ്ങനെയുള്ള ഓരോ നിമിഷവും നമുക്ക് പരാജയപ്പെടേണ്ടി വരുന്നില്ല. അമ്മ നമ്മളെ നേരായ വഴിക്ക് നയിക്കുന്നു, വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്ന് അർത്ഥം. ഇനി 41-ാമത്തെ ശ്ലോകം. ത്രൈലോക്യേ തു ഭവേത് പൂജ്യ കവചേനാവൃത പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. ത്രൈലോക്യേ തു ഭവേത് പൂജ്യ. ത്രൈലോക്യേ 3 ലോകങ്ങളിലും ഭവേത് പൂജ്യ പൂജ്യനായി ഭവിക്കുന്നു. കവചേനാവൃത പുമാൻ. ആര്? കവചേന ആവൃത പുമാൻ. ഈ പുമാൻ എന്നാൽ മനുഷ്യൻ. കവചം കൊണ്ട് ഈ ഒരു ആവരണം സിദ്ധിച്ച ദേവീ കവചം ചൊല്ലി സമർപ്പിക്കുന്നതിലൂടെ ആ ഒരു കവചം, അതിൻ്റെ സംരക്ഷണം ലഭിച്ചിട്ടുള്ള പുമാൻ 3 ലോകങ്ങളിലും സംപൂജ്യനായി ഭവിക്കുന്നു. കാരണം ഇതം തു ദേവ്യാ കവചം. ഇതം ഈ ദേവ്യാ കവചം തു, ഈ ദേവീ കവചമാകട്ടെ ദേവാനാമപി ദുർലഭം. ദേവാനാം അപി, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ചതുകൊണ്ട്, ജനിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ദേവീ കവചം പാരായണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. ഇതാകട്ടെ സാക്ഷാൽ ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ദേവീ കവച പാരായണം ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഓരോ മനുഷ്യനും 3 ലോകങ്ങളിലും സംപൂജ്യനായിത്തീരുന്നു. 42-ാമത്തെ ശ്ലോകം. യഃ പഠേത് പ്രയതോ നിത്യം ത്രിസന്ധ്യാം ശ്രദ്ധയാൻവിതഃ ദൈവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിതഃ. യഃ പഠേത് പ്രയതോ നിത്യം. യഹ് ആരാണോ പഠേത് പഠിക്കുന്നത്. എങ്ങനെ? പ്രയതോ നിത്യം. പ്രയത എന്ന് പറഞ്ഞാൽ പ്രയത്നിച്ച് നിത്യവും പഠിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. ഇവിടെ പ്രയത്നിച്ച് എന്ന് പറയാൻ കാരണം ദേവീ മഹാത്മ്യവും ദേവീ കവചവുമൊക്കെ പഞ്ചശുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്, ഇവയിലൂടെയൊക്കെയും ശുദ്ധി വരുത്തിയ ശരീരം കൊണ്ട് വേണം ദേവിയെ ഉപാസിക്കുവാൻ, ദേവിയെ ആരാധിക്കുവാൻ. അപ്പോൾ ദേവീ കവചം അങ്ങനെ നമ്മൾ പാരായണം ചെയ്താൽ, അങ്ങനെ പ്രയത്നിച്ച് തന്നെ നിത്യവും പാരായണം ചെയ്താൽ ത്രിസന്ധ്യാം ശ്രദ്ധയാൻവിത. ത്രിസന്ധ്യ 3 സന്ധ്യകളിൽ എന്ന് പറഞ്ഞാൽ പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ, ഈ 3 സന്ധ്യകളിലും പാരായണം ചെയ്താൽ എങ്ങനെ? ശ്രദ്ധയാൻവിത, ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്താൽ ദേവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിത. ദൈവീ കല എന്ന് പറഞ്ഞാൽ ദേവിയുടെ കടാക്ഷം ഭവേത് ലഭിക്കുന്നു. തസ്യ ത്രൈലോക്യേ ചാപരാജിത. തസ്യ അങ്ങനെയുള്ള ആ ഭക്തൻ, ദേവീഭക്തൻ, ത്രൈലോക്യേ 3 ലോകങ്ങളിലും ചാപരാജിത ച അപരാജിത അപരാജിതനായി തന്നെ ഭവിക്കുന്നു. എങ്ങും പരാജയപ്പെട്ടു പോകുന്നില്ല, ജീവിതത്തിൽ കാലിടറുന്നില്ല. എല്ലായിടവും അമ്മയുടെ സംരക്ഷണം കൊണ്ട് അമ്മ കൈപിടിച്ച് നേർവഴിക്ക് നയിക്കുന്നു. 43-ാമത്തെ ശ്ലോകം. ജീവേദ്വർഷശതം സാഗ്രം അപമൃത്യു വിവർജിത നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയ. ജീവേദ്വർഷശതം സാഗ്രം. ജീവേത് വർഷശതം.
ജീവിക്കുന്നത് എങ്ങനെ, വർഷശതം 100 വർഷം ജീവിക്കുക എന്ന സാഗ്രം, ഒരു പൂർണ്ണമായ മനുഷ്യായുസ് 100 വർഷമാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആ കാലയളവ് അപമൃത്യു വിവർജിത, ദേവീ കവചം വായിക്കുന്നവർക്ക് അപമൃത്യു ഉണ്ടാകുന്നില്ല, വിവർജിത ഉണ്ടാകുന്നില്ല. നശ്യന്തി വ്യാധയ സർവേ, സർവേ വ്യാധയ എല്ലാ വ്യാധികളും നശ്യന്തി നശിക്കുന്നു, കഴിഞ്ഞില്ല. ലൂതാ വിസ്ഫോടകാദയ, വിസ്ഫോടകം എന്ന് പറഞ്ഞാൽ വസൂരി, വസൂരി തുടങ്ങിയ മഹാരോഗങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള വ്യാധികളിൽ നിന്നും അമ്മ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള വ്യാധികളും സർവേ നശ്യന്തി എല്ലാം നശിപ്പിക്കുന്നു. 44-ാമത്തെ ശ്ലോകം. സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. സ്ഥാവരം അതായത് ചലിക്കാത്തതായിട്ടുള്ള എന്നാൽ ജീവനുള്ളവയായിട്ടുള്ള, ഇപ്പോൾ വൃക്ഷങ്ങളെയൊക്കെ പോലെയുള്ളവ. ജംഗമം ചലിക്കുന്നവ, അങ്ങനെയുള്ള ച അപി കൃത്രിമം ച അപി യദ്വിഷം എന്ന് തന്നെയല്ല, അപ്പോൾ ചലിക്കുന്നതിൽ നിന്നും ചലിക്കാത്തതിൽ നിന്നും ഉണ്ടാകുന്നതും. കൃത്രിമം ച അപി യദ് വിഷം, കൃത്രിമമായ ചില മാർഗങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ കടക്കുന്നതായിട്ടുള്ള വിഷത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും വിരുദ്ധാഹാരങ്ങളായിട്ട് പറയാറുണ്ട്. ഇവിടെ കൃത്രിമം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് അത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ, മത്സ്യവും മോരും കഴിക്കരുത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മാംസഭക്ഷണവും തൈരും കഴിക്കരുത് എന്ന് പറയാറുണ്ട്. നെയ്യും തേനും കൂടി ചേർത്ത് കഴിക്കരുത് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പലതും നമ്മുടെ ആയുർവേദ വിധിപ്രകാരം വിരുദ്ധാഹാരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിരുദ്ധങ്ങളായ ആഹാരങ്ങളിലൂടെ കൃത്രിമമായി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിഷം, അതേപോലെ ഇപ്പോൾ ജംഗമമായിട്ടുള്ള വിഷം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളിൽ നിന്നും ഏൽക്കുന്ന ദംശനം കൊണ്ട് ഉള്ളിൽ കടക്കുന്ന വിഷം. അതുപോലെ വൃക്ഷങ്ങളിൽ നിന്നും, ചില വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ഭക്ഷിച്ചാൽ അത് വിഷമാണ്, കായ്കനികളൊക്കെ അല്ലേ, നമ്മൾ ഓതളം എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കായ്കനികൾ വിഷമാണ്. അപ്പോൾ സ്ഥാവരവും ജംഗമവും കൃത്രിമവുമായ മാർഗങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ കടക്കുന്ന വിഷം. ആഭിചാരാണി സർവാണി, ആഭിചാരാണി തന്നെയല്ല ആഭിചാരക്രിയകളും സർവാണി എല്ലാ തരത്തിലുമുള്ള മന്ത്രയന്ത്രാണി ഭൂതലേ, മന്ത്രയന്ത്രാണി ഈ അമ്മയുടെ മന്ത്രോച്ചാരണ സംരക്ഷണത്തിലൂടെ ഭൂതലെ ഭൂമിയിൽ ഇവയെല്ലാം തന്നെയും ഏത് തരത്തിലുള്ള വിഷമുള്ളിൽ ചെന്നാലും അതെല്ലാം തന്നെയും നശിച്ചു പോകുന്നു. അടുത്തത് 45-ാമത്തെ ശ്ലോകമാണ്. ഭൂചരാ ഖേചരാശ്ചൈവ ജലജാശ്ചൗപദേശികാ സഹജ കുലജ മാല ഡാകിനി ശാകിനി തഥാ. ഭൂചര ഭൂമിയിൽ സഞ്ചരിക്കുന്ന, ഖേചരാശ്ചൈവ ഖേചര ച ഏവാണ് ഖേചരാശ്ചൈവ, ഖേചര എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന. ജലജാശ്ചൗപദേശിക, ജലജ ച ഔപദേശിക, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെയുള്ളത്. ജലജ എന്ന് പറഞ്ഞാൽ ജലജീവികൾ, ജലത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളത്. ഔപദേശിക എന്ന് പറഞ്ഞാൽ, ഉപദേശിക എന്ന് പറഞ്ഞാൽ ക്ഷുദ്രദേവതകൾ. പിന്നെയോ സഹജ കുലജ മാല ഡാകിനി ശാകിനി തഥ. കുലജ എന്ന് പറഞ്ഞാൽ കുലദോഷം കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ദേവതാശാപങ്ങൾ. പിന്നെയോ മാല ഡാകിനി ശാകിനി തഥ, ഇവരൊക്കെ ഈ മാല ഡാകിനി ശാകിനി എന്നൊക്കെ പറയുന്നത് ദുഷ്ടദേവതകളാണ്. അപ്പോൾ ഇവരിലൂടെ ഉണ്ടാകുന്നത്, അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന വിഷത്തെ, പലതരത്തിലുള്ള വിഷത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഭൂമിയിൽ ചരിക്കുന്നത്, ആകാശത്തിൽ ചരിക്കുന്ന, ജലത്തിലൂടെയുള്ളത്, മറ്റ് കുലത്തിൻ്റെ ദോഷം കൊണ്ടുണ്ടാകുന്നത്, ദുഷ്ടദേവതകളിലൂടെ വരുന്നത്, ക്ഷുദ്രദേവതകളിലൂടെ വരുന്നത്. പിന്നെയോ അടുത്തത് 46-ാമത്തെ ശ്ലോകം, അതിൻ്റെ തുടർച്ചയാണ്. അന്തരിക്ഷ ചരാഘോര ഡാകിന്യശ്ച മഹാബല ഗ്രഹഭൂതപിശാചാശ്ച യക്ഷഗന്ധർവരാക്ഷസ. അന്തരിക്ഷചര അന്തരീക്ഷത്തിലൂടെ ചരിക്കുന്നതായിട്ടുള്ള,
ഘോരാ ഡാകിന്യശ്ച മഹാബലാ. ഘോരമായ ദുർദേവതകൾ, ഡാകിനി തുടങ്ങിയ ദുർദേവതകൾ, മഹാബല, അവരൊക്കെ ആകട്ടെ മഹാബലശാലികളാണ്. അങ്ങനെയുള്ളവർ, ഡാകിനി തുടങ്ങിയ ബലശാലികളായിട്ടുള്ള ഘോരമായ ദുർദേവതകൾ, ഗ്രഹഭൂത പിശാചാശ്ച, ഗ്രഹദോഷം കൊണ്ട് അതുപോലെ ഭൂതബാധകൾ കൊണ്ട് പിശാചുക്കളെ കൊണ്ടുള്ളത്. പിന്നെയോ യക്ഷഗന്ധർവ രാക്ഷസ, യക്ഷന്മാരിലൂടെയും ഗന്ധർവന്മാരിലൂടെയും രാക്ഷസന്മാരിലൂടെയും വന്നു ചേരുന്നതായിട്ടുള്ള ദോഷങ്ങൾ. 47-ാമത്തെ ശ്ലോകമാണ്. ബ്രഹ്മ രാക്ഷസ വേതാള കുഷ്മാണ്ഡ ഭൈരവാദയ നശ്യന്തി ദർശനാത്തസ്യേ കവചേ ഹൃദി സംസ്ഥിതേ. ബ്രഹ്മ രാക്ഷസ വേതാള, ബ്രഹ്മരക്ഷസുകളിലൂടെ, വേതാളങ്ങളിലൂടെ, ബ്രഹ്മരക്ഷസുകൾ എന്ന് പറയുന്നത് ബ്രഹ്മത്വവും രാക്ഷസത്വവും ചേർന്ന പ്രേതങ്ങളെയാണ് ബ്രഹ്മരക്ഷസുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവ. പിന്നെയോ വേതാളം, പിന്നെയോ കുഷ്മാണ്ഡ ഭൈരവാദയ, കുഷ്മാണ്ഡ അതുപോലെ ഭൈരവ ആദികളായിട്ടുള്ള ഉഗ്രശക്തികൾ, ഭൂമിയെ തപിപ്പിക്കുന്ന ഉഗ്രശക്തികളാണ് ഈ കൂഷ്മാണ്ഡാദേവിയും ഭൈരവാദേവിയും. അപ്പോൾ കൂഷ്മാണ്ഡാദേവിയും ഭൈരവാദികളായിട്ടുള്ളവർ നശ്യന്തി ദർശനാത്തസ്യേ കവചേ ഹൃദി സംസ്ഥിതേ. നശ്യന്തി, നശിക്കുന്നു. എങ്ങനെ? ദർശനാത്തസ്യ, ദർശനാത് തസ്യ, ദർശനം കൊണ്ട് തന്നെ, കാണുന്ന മാത്രയിൽ തന്നെ അവരൊക്കെ നശിക്കുന്നു. തസ്യ കവചേ ഹൃദി സംസ്ഥിതേ, ആരുടെ ഹൃദയത്തിലാണോ കവചേ സംസ്ഥിതേ, ഈ ഒരു കവചം അഥവാ ദേവീ കവചം നന്നായി പാരായണം ചെയ്ത് ആ ഒരു ചിന്ത ഉള്ളിൽ ഉറച്ചവന് കാണുന്ന മാത്രയിൽ തന്നെ ഇവയെല്ലാം തന്നെയും നശിക്കുന്നു. ഘോരരൂപികളായിട്ടുള്ളവർ, പലതരത്തിലൂടെ ഉള്ളിൽ കടക്കുന്ന വിഷം, അതേപോലെ തന്നെ കുലദോഷം കൊണ്ടുണ്ടാവുന്നത്, ദേവതാശാപങ്ങൾ, ദുഷ്ടദേവതകളിലൂടെ ഉണ്ടാവുന്നത്, ഭൂമിയിലൂടെയും ആകാശത്തിലൂടെയും ഒക്കെ ചരിക്കുന്നവയായിട്ടുള്ള, അന്തരീക്ഷത്തിലൂടെ ചരിക്കുന്നത് ഭൂതപ്രേത പിശാചുക്കളുടേത്, ഇവയെല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഉള്ളിൽ ദേവീ കവചം ഉറച്ചവന്, ദേവീ കവചത്തിലൂടെ ആ സംരക്ഷണം ഉള്ളവന്, അങ്ങനെയൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നശ്യന്തി, നശിക്കുന്നു. ഇനി 48-ാമത്തെ ശ്ലോകമാണ്. മാനോന്നതിർഭവേദ്രാജ്ഞ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോപി കീർത്തിമണ്ഡിതഭൂതലേ. ഇനി അടുത്ത ഒരു ഫലം പറയുകയാണ്. അപ്പോൾ നമ്മളിലേക്ക് വരാവുന്ന എല്ലാ നെഗറ്റീവ്സും, എല്ലാ നെഗറ്റീവ് എനർജിയും ദേവീ കവചം കൊണ്ട് ഇല്ലാതെയാകുന്നു എന്ന് പറഞ്ഞു. തന്നെയല്ല, ദേവീ കവചത്തിൻ്റെ സംരക്ഷണമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ പോലും ഇവയെല്ലാം നശിക്കുന്നു എന്ന് പറഞ്ഞു. ഇനിയും അടുത്ത ഫലപ്രാപ്തി പറയുകയാണ്. മാനോന്നതിർ ഭവേദ്രാജ്ഞ, മാനോന്നതി ഭവേദ രാജ്ഞ, ഇങ്ങനെ 3 വാക്കുകളാണത്. മാനോന്നതി, അതായത് ഉയർന്ന മാനം എന്ന് പറഞ്ഞാൽ ബഹുമാനം, ഭവേത് ലഭിക്കുന്നു, രാജ്ഞ എങ്ങനെ? രാജാവിന് തുല്യമായിട്ടുള്ള ഉയർന്ന ഒരു ബഹുമാനം അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നു. കഴിഞ്ഞില്ല. തേജോ വൃദ്ധികരം പരം, തേജസ്സും വൃദ്ധിയും ഐശ്വര്യ സമൃദ്ധി ധാരാളം ഈ ഒരു ദേവീ കവചത്തിൻ്റെ സംരക്ഷണത്തിലൂടെ ഉണ്ടാകുന്നു. യശസ്സ വർദ്ധതേ സോപി, യശസ് ധാരാളമായി വർദ്ധിക്കുന്നു. കീർത്തിമണ്ഡിത ഭൂതലെ, ഈ ഭൂമിയിൽ അങ്ങനെയുള്ളവരുടെ കീർത്തി വളരെയധികം വ്യാപിക്കുന്നു. അവരുപോലും അറിയുന്നില്ല, ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കീർത്തി അവരുപോലും അറിയാതെയാണ് ലോകമെമ്പാടും അവ വ്യാപിക്കുന്നത്. ഇനി 49-ാമത്തെ ശ്ലോകം. ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാ തു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സശൈല വനകാനനം. ജപേത് സപ്തശതീം ചണ്ഡീം, ജപിക്കണം. എങ്ങനെ? സപ്തശതീം ചണ്ഡീം,
സപ്തശതിയെ ജപിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്വാത്തു കവചം പുര, ആദ്യം, പുര എന്നാൽ മുൻപ്, ആദ്യം കൃത്വാത്തു കവചം, ആദ്യം ഈ ദേവീ കവചം വായിക്കണം. അതിനുശേഷം വേണം ചണ്ഡീ സപ്തശതി വായിക്കുന്നതിന്. യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സശൈല വനകാനനം. ഈ ഏതൊരു ഭൂമിയിലാണോ തിഷ്ഠേതെന്ന് പറഞ്ഞാൽ അത് ധരിക്കുന്നത്, എന്ത്? സശൈല വനകാനനം, വനവും കാനനവും എല്ലാം ശൈലവും ഒക്കെ ധരിക്കുന്നത് യാതൊരു ഭൂമിയിലാണോ ആ ഭൂമിയിലെ, നമ്മൾ പറഞ്ഞു, എല്ലാ ചരാചരങ്ങൾക്കും ഉപകാരപ്രദമാകുന്നതാണ് ഈ ദേവീ കവചം. അപ്പോൾ ആദ്യം ദേവീ കവചം ജപിച്ചിട്ട് വേണം നമ്മൾ ചണ്ഡീ സപ്തശതിയെ ജപിക്കുവാൻ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ളതിനൊക്കെ ദേവിയുടെ ആ സംരക്ഷണം ഒരുക്കിയിട്ട് ആ സംരക്ഷണത്തിൻ്റെ ഊഷ്മളതയിൽ അമ്മയുടെ മുൻപിൽ അമ്മയെ സ്മരിച്ചുകൊണ്ടിരുന്ന് വേണം സപ്തശതി ജപിക്കുവാൻ. സപ്തശതി എന്നത് ദേവീ മാഹാത്മ്യമാണ്. ഇനി അടുത്തത് 50-ാമത്തെ ശ്ലോകമാണ്. ഫലപ്രാപ്തി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക്, ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. താവത്തിഷ്ഠതി മേദിന്യാം സന്തതി പുത്രപൗത്രികീം ദേഹാന്തേ പരമം സ്ഥാനം യത് സുരൈരപി ദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദത. താവത്തിഷ്ഠതി മേദിന്യാം, താവത് തിഷ്ഠതി. താവത് എന്ന് പറഞ്ഞാൽ അത്ര കാലം, എത്ര കാലമാണെന്ന് വെച്ചാൽ തിഷ്ഠതി എന്ന് പറഞ്ഞാൽ വസിക്കുന്നത് അല്ലെങ്കിൽ വഹിക്കുന്നത്. മേദിന്യാം, മേദിനിയെ, ഈ ഭൂമിയെ എത്ര കാലമാണോ വഹിക്കുന്നത്. സന്തതി പുത്രപൗത്രികി, അതായത് ആദിശേഷൻ എത്ര കാലമാണോ ഈ ഭൂമിയെ വഹിക്കുന്നത് അത്ര കാലം സന്തതി പുത്രപൗത്രികി, സന്തതികളോടൊപ്പം, പുത്രപൗത്രന്മാരോടൊപ്പം ദേഹാന്തേ പരമം സ്ഥാനം യത് സുരൈരപി ദുർലഭം. ഈ ഭൂമിയിൽ ആദിശേഷൻ എത്ര കാലം ഈ ഭൂമിദേവിയെ തൻ്റെ ശിരസിൽ താങ്ങുന്നുവോ വഹിക്കുന്നു അത്ര കാലം ഇവിടെ പുത്രന്മാരോടും പൗത്രന്മാരോടുമൊക്കെ ഒപ്പം സുഖമായി വസിക്കണം. ഒടുവിൽ ദേഹാന്തേ, ഈ ദേഹം വീഴുന്ന വേളയിൽ, ദേഹത്തിൻ്റെ അന്ത്യസമയത്ത്, യാത്രയുടെ അന്ത്യസമയത്ത് പരമം സ്ഥാനം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം, യത് സുരൈരപി ദുർലഭം, ദേവന്മാർക്കു പോലും സുരന്മാർക്കു പോലും ലഭിക്കുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള ദുർലഭമായിട്ടുള്ള ആ പരമമായ സ്ഥാനത്തെ പ്രാപ്നോതി, പ്രാപിക്കുന്നു, പുരുഷോ, പുരുഷൻ അഥവാ മനുഷ്യൻ പ്രാപിക്കുന്നു. അതിനെന്തേ വേണ്ടോ? നിത്യം മഹാമായ പ്രസാദത, എന്നും ആ മഹാമായാദേവിയുടെ പ്രസാദത്തിനായിക്കൊണ്ട് ഈ ദേവീ കവചം നിത്യവും പാരായണം ചെയ്യുകയേ വേണ്ടൂ. അമ്മ അവസാന കാലത്ത് ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ദേവന്മാർക്കു പോലും ദുർലഭമായിട്ടുള്ള പരമമായ സ്ഥാനത്ത് അമ്മ കൊണ്ടെത്തിക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഫലപ്രാപ്തി പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവ് മാർക്കണ്ഡേയ മഹർഷിയുടെ അടുത്ത് ദേവീ കവചം പരിസമാപ്തിയിൽ എത്തിക്കുന്നത്. നമുക്ക് ഇന്ന് അമ്മ പറയിപ്പിച്ച ഓരോ വാക്കും, ഇത് കവചം സമാപ്തം, അമ്മ പറയിപ്പിച്ച ഓരോ വാക്കും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. ഈ വാക് പുഷ്പങ്ങൾ അമ്മയുടെ മുൻപിൽ അർച്ചനാപുഷ്പങ്ങളായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ ഉള്ളവളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കേണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ദേവീ കവചം സമർപ്പിച്ചുകൊള്ളട്ടെ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.